കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന് ഇടതുപക്ഷ പ്രതിനിധികൾ. സർവകലാശാല സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇടതുപക്ഷ പ്രതിനിധികൾ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമലിന് കത്ത് നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, വൈസ് ചാൻസലർ ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ രജിസ്ട്രാറെ കാര്യമായി തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. രജിസ്ട്രാർക്കെതിരെ നടപടി വരുവാനുള്ള സാധ്യതയുണ്ടോ? ഏതായാലും അദ്ദേഹത്തിന് ഇടതുപക്ഷ പ്രതിനിധികളുടെ കാര്യമായ പിന്തുണ കിട്ടുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായും ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് രജിസ്ട്രാർ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ പ്രവർത്തിച്ചു. കൃത്യമായ ഉത്തരവാദിത്വ ബോധം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ഹാളിന്റെ അനുമതി റദ്ദാക്കിയത് രജിസ്ട്രാറുടെ ധിക്കാരപരമായ നടപടിയായിരുന്നു. അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർക്കെതിരെ ആഭ്യന്തര അന്വേഷണവും ബാഹ്യമായ അന്വേഷണവും ആവശ്യമാണെന്നാണ് VC നൽകിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ അനുഭാവികൾ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രതിനിധികൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിഷയം കഴിഞ്ഞ 2 ആഴ്ചയായിട്ടും സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ഒരു പ്രത്യക്ഷമായ അഭിപ്രായ പ്രകടനത്തിന് തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഈ വിഷയം വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്ത് അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. രജിസ്ട്രാറെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഹാൻസ് ജോൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ